ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് എൻ്റെ വീട്ടിലേക്കാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോകുന്നതൊന്നുമല്ല കേട്ടോ. വീട്ടിൽ ചെറിയൊരു പരിപാടിയുണ്ട്, ഒന്നല്ല രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ അതൊന്ന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ഇളയമ്മയുടെ വീട്ടിൽ തെയ്യമുണ്ട്. അത് നേർച്ച പറഞ്ഞ തെയ്യമാണ് കേട്ടോ, വിഷ്ണുമൂർത്തി. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ കാസർഗോഡ് കോഫി ഹൗസിലേക്കാണ് വിട്ടത്. പതിവ് പോലെ മസാല ദോശ കഴിച്ചു. ഇപ്പോഴും പറയേണ്ട പതിവ് പല്ലവി എന്ന് വെച്ചാൽ പോരാ ഗൈസ്, അത്ര പോരാ. അങ്ങനെ ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലേക്ക് വന്നു. അമ്മയും അച്ഛനും അനിയത്തിയൊക്കെ ഇളമര വീട്ടിലേക്ക് പോയിട്ടുണ്ട്. കുറച്ചടുത്ത് തന്നെയാണ് കേട്ടോ, നടന്നു പോകേണ്ട ദൂരയിലും. ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് നേരെ ഇളമര വീട്ടിലേക്ക് പോയി. ഒരുപാട് ആളുള്ളതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് അവിടെ കയറി ചെല്ലാൻ കഴിഞ്ഞിട്ടില്ല. പുറത്ത് നിന്ന് കണ്ട കാഴ്ചകളാണ് ഗൈസ് ഇതൊക്കെ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞു, ഉള്ളിലോട്ട് പോയി. തെയ്യത്തിനെ വളരെ നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിച്ചു. പിന്നെ എനിക്ക് ഒറ്റൊരു സങ്കടം എന്ന് വെച്ചാൽ തലേദിവസമേ പോകാൻ പറഞ്ഞിരുന്നു. പക്ഷേ അന്ന് ഓരോ പരിപാടിയും കാര്യങ്ങളുള്ളതുകൊണ്ട് എത്താൻ വേണ്ടി കഴിഞ്ഞിട്ടാണോ. ഇതെൻ്റെ അനിയത്തി മഞ്ചിമ. കുട്ടികളിപ്പോൾ വളർന്നു എന്ന് തോന്നുന്നു, വല്ലാണ്ട് ജാട കഴിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നല്ല കേട്ടോ, ക്യാമറയ്ക്ക് മുന്നിൽ വരുന്ന കക്ഷിയാണ്. ഇപ്പം എന്തോരോ എന്തോ. ഇത് കുഞ്ഞാറ്റ, അടുത്ത വീട്ടിലെ കുഞ്ഞാറ്റ കേട്ടോ, അതായത് എൻ്റെ ബന്ധുവും കൂടിയാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത്, അങ്ങനെ ഈ തെയ്യം കാണാത്ത കുറേ നാളായി കേട്ടോ. അന്ന് എൻ്റെ തറവാട്ടിൽ നിന്ന് കണ്ടതേ ഉള്ളൂ, പിന്നെ ഈ തെയ്യം കണ്ടിട്ടില്ല. അപ്പോൾ വിഷ്ണുമൂർത്തിയൊക്കെ കണ്ടു. അതും കഴിഞ്ഞ് നേരെ ഭക്ഷണം കഴിക്കാൻ പോയി. ഭക്ഷണം കഴിക്കുമ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല, എൻ്റെ ഫോണും കൊണ്ട് എൻ്റെ മോൻ നൈസായിട്ട് മുങ്ങി ഗൈസ്. അപ്പോൾ ഭക്ഷണത്തിനുണ്ടായത് സാമ്പാർ, വറവ്, അതുപോലെ നല്ല അച്ചാറുണ്ടായിരുന്നു, പായസം അടിപൊളിയായി കേട്ടോ. അങ്ങനെ നേരെ 5 മണിയാകുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ ഇന്ന് രാത്രിക്ക് ഡേറ്റ് ആയേക്കാൻ തോന്നുന്നു, പക്ഷേ ഡേറ്റ് ഒന്നും അറിയട്ടോ. അമ്മ കക്കരിക്ക എന്നുമ്പോൾ ഞാൻ കക്കരിക്ക മാത്രം തിന്നു, വേറെ ഒന്നും കഴിച്ചിട്ടുണ്ടായിട്ടില്ല. അച്ഛനാണ് നല്ല വൃത്തിക്ക് ചോറുന്ന അച്ഛനെ വെറുതെ ശല്യപ്പെടുത്തി. അച്ഛൻ പറഞ്ഞു, ഇതുപോലെ നീ വെറുതെ വിടരുതെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. ബൈ, സീ യു.